ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് വീക്കും അവരുടെ യഥാർത്ഥ പേര് നീറോമ്പൻ തന്നെയാണെന്ന് സംശയം വന്ന് കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ അവനും അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും, നിന്റെ പേര് നീറോമ്പൻ തന്നെയല്ലേ? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്റെ പേര് അതാ, പക്ഷെ എന്നെ എല്ലാവരും മീറിന് ചുമ്മാ നിക് നെയിം വെച്ച് വിളിക്കും. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും നിക് നെയിമോ? ഒരേഷം നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിലും ഓംപണ്ണോ നീ എന്നൊക്കെയല്ലേ വരത്തുള്ളൂ, ഇത് മൊത്തത്തിൽ വേറെ പേരാണല്ലേ? എനിക്ക് മൊത്തത്തിൽ ഡൗട്ടായി, സത്യത്തിൽ നീ നീറോമ്പൻ തന്നെയാണോ? എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളും ടെൻഷനായിട്ട് അവളുടെ പേര് സത്യത്തിൽ നീറോമ്പൻ തന്നെയാന്ന് പറയും. അതോടെ അവനത് വിശ്വസിക്കും. അപ്പരാണ് നോണും, എടാ വി, ഇനി നീ മീരിന്റെ കാര്യത്തിൽ എന്തുവാ ചെയ്യാമോന്ന്? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് വിയും, എന്തുവാ ചെയ്യാമോന്ന് വെച്ചാ മനസ്സിലായില്ല. എടാ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ ഇവള് ഞാൻ അപ്പോയിന്റ് ചെയ്ത സെക്രട്ടറിയാ. എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് വിയും, നോൺ ഇവൾക്ക് വേണ്ടി നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഈ മീറിനെ പുറത്താക്കി നമുക്കെന്തോ, നമ്മൾ കസിൻസ് ആടാ, നീ മറന്നുപോയോ? എന്നിന് അവനും ചോദിക്കുമ്പോൾ നോണും ദേഷ്യത്തി അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പരാണ് വി അവളെ പിടിച്ച് നിർത്തുന്നത്, എടാ ഇവൾ എന്റെ സെക്രട്ടറിയാ, ഇവളെ ജോലിന്ന് പുറത്താക്കണോ വേണ്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യണ്ട, അല്ല നീയല്ല. എന്നിന് അവളെ പിടിച്ച് വലിക്കുമ്പോഴാണ് നോണും ദേഷ്യത്തി അവനായിട്ട് വഴക്കുണ്ടാക്കും. എടാ ഈ ലോകം നിന്നെ ചുറ്റിയൊന്നുമില്ല കറങ്ങുന്നത്. എന്നിനെ മീറിന് വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ ഇവനും വിടാതെ അവളെ പിടിച്ചിട്ട് ഈ ലോകം എന്നെ ചുറ്റിയല്ല, പക്ഷെ എന്റെ കമ്പനി ചുറ്റിയാ കറങ്ങുന്നത്. എന്നിനെ രണ്ടുപേരുടെ നടുക്ക് മീറും കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതോടെ അവളെ നിലവിളിച്ചിട്ട്, എന്റെ പൊന്നോ എന്റെ കയ്യൊന്ന് എടുക്കാ, രണ്ടുപേരും കൂടെ എന്നെ ഇട്ട് കൊല്ലുക. ആദ്യം നിങ്ങൾ പരസ്പരം സംസാരിച്ച ഒരു തീരുമാനത്തിലെത്താവോ? എന്നെ വെച്ച് നിങ്ങൾ രണ്ടുപേരും അടിവിടുന്നത് എനിക്ക് ഫീൽ ആവുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും അടിവിടണ്ട. മിസ്റ്റർ വി, ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷമിക്കണം. ഒരു പക്ഷേ അതിനുവേണ്ടി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുവാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. നോൺ നീ എന്നെ ഓർത്തൊന്നും വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമില്ല. ഇതിന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇവനും നല്ല ദേഷ്യം വരും. എടാവി നീ എന്തോ കൊച്ചു വെച്ചാണോ, ഇപ്പോഴും നീ വളർന്നിട്ടില്ല അല്ലേ? ഇതിന് അവനും ദേഷ്യത്തി മീറിന്റെ പുറകെ പോകും. മെറിൻ ഞാൻ നിന്നെ കൊണ്ടാക്കാം, ഇവിടെ നിന്ന് നിന്റെ വീട് ദൂരെയല്ല. ഇതിന് അവൻ പറയുമ്പോഴാണ് അവളും, കുഴപ്പമില്ല, ആദ്യം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ആക്ക്. ഇതിന് അവൾ പറയുമ്പോഴാണ് അവനും, മെറിൻ അതൊക്കെ സംസാരിച്ചോളാം, ഈ രാത്രി സമയത്ത് നീ എങ്ങനെ ഒറ്റയ്ക്കും, അത് സേഫ് അല്ല, വാ ഞാൻ നിന്നെ കൊണ്ടാക്കാം. ഇതിന് അവനും വിളിക്കുമ്പോൾ അവന് വെറുതെ ബുദ്ധിമുട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും പറയുന്നത്, മീറിൻ നീ ഇപ്പൊ ഒരു റിച്ചായ ലുക്കിലായിരിക്കുന്നത്, മിക്കവാറും ഇങ്ങനെ പോവാണ്, അത് സേഫ് അല്ല. പോരാ മുമ്പ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതിന് സോറി ആയിട്ട് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഏതിന് അവനും വിളിച്ചതോടെ അവളും താങ്ക്സ് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകും. ഇതൊക്കെ വി അവിടെ നിന്ന് ഫീലായി കണ്ടോണ്ടിരിക്കും. അതിനുശേഷം നോൺ അവളെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് അവളും താങ്ക്സ് പറഞ്ഞിട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും, നോൺ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന സോറി, സാധാരണ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാറുണ്ട്, അതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, നിങ്ങൾ തമ്മിൽ നടക്കുന്ന വഴക്കൊക്കെ സീരിയസ് ആയിട്ടുള്ളതാണ്. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട്, അങ്ങനെയും പറയാം, ഞങ്ങൾ രണ്ടുപേർക്കും ഫുൾ ഈഗോ പ്രോബ്ലംസാ, ഞാനാ ഞങ്ങൾ രണ്ടുപേരും മൂത്തത്, അതുകൊണ്ട് തന്നെ കമ്പനിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവർക്കും എന്റെ തലയിലായി. പക്ഷെ അതേസമയം ബോസ് ആരെന്ന് വെച്ചാൽ എന്റെ ഇളയ കസിൻ, അവനേതോ രാജാവിനെ പോലെ വിചാരിക്കുന്നത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, എന്തായാലും നോൺ ഞാൻ വിചാരിക്കുന്നത് മിസ്റ്റർ വി നിങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കാരണം ഞാൻ നോട്ട് ചെയ്ത് വെച്ച് മിസ്റ്റർ വി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം നിങ്ങളോട് പെർമിഷൻ ചോദിച്ച് അപ്രൂവ് വാങ്ങിക്കുന്നത്. ഒരു പക്ഷേ വീട്ടിൽ പോവാണെങ്കിൽ പോലും നിങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞിട്ട് മിസ്റ്റർ വി പോകത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ആദ്യം നിങ്ങൾ റെസ്റ്റ് എടുക്കും. മിസ്റ്റർ വി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയാലും എനിക്കൊന്നും അതി വിഷമമില്ല, അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ വെറുതെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും, സത്യത്തിൽ അവനത്ര മോശക്കാരനൊന്നല്ല, അവനെല്ലാം ദേഷ്യത്തിൽ കാണിക്കുന്നത്, പക്ഷെ എപ്പോഴാണോ അവന് ബോധം വരുന്നത് അതിനെ അവനെ തന്നെ വഴക്കുറയും, എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേന്ന്, നീയൊന്നും പേടിക്കണ്ട, അവൻ നിന്നെ തിരിച്ചു വിളിക്കും. എന്നിന് അവൻ പറഞ്ഞോടെ അവള് സന്തോഷത്തി, നോൺ ഈ ക്യാരക്ടർ എനിക്ക് നിങ്ങളോട് കുറെ ഇഷ്ടപ്പെട്ട, ഇതാ നിങ്ങളുടെ സ്ട്രെങ്ത്തും, എങ്കിൽ പിന്നെ റൈറ്റ് തന്നതിന് താങ്ക്സ്. എന്നിന് അവളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ അവൾ പറഞ്ഞിട്ട് സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും വി പറഞ്ഞേക്ക് ആലോചിച്ച് ചിരിച്ചിട്ട്, സത്യത്തിൽ അവൻ അവന്റെ കസിനോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നതെന്ന് നോണിനോട് തർക്കിച്ച. ഏതിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം നോണും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് വിയും വിഷമിച്ച് അവന്റെ വീട്ടിൽ ഇരിക്കുന്നത്. ഇത് കണ്ട് അവനടുത്തേക്ക് ചെന്ന്, വി നീ എന്തോടെ ഇവിടെ ചെന്ന്, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നില്ല? ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് വിയും, അല്ല എനിക്ക് കുറച്ച് ഫീലായി, സത്യത്തിൽ ഞാൻ മീറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നീ എന്നോട് ദേഷ്യത്തിലാണ്. ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് നോണും, എടാ വി നീ ഇത് ചോദിക്കാനാണോ ഇവിടം വരെ വന്ന്? ആണ്, അതെനിക്ക് കുറെ ശല്യപ്പെടുത്തുന്നു, അവള് കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും പോയി, മിക്കവാറും ലീത്ത ഇനി നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്നാ തോന്നുന്നു, അവരായിരുന്നു നമ്മുടെ കമ്പനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ അത് മൊത്തത്തിൽ പോയി. ഇനി ഈ പ്രശ്നം കാരണം വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്യാതെ പോയാലോ, പിന്നെ നമ്മുടെ കമ്പനി എന്താവാനാ? അതാ ഞാൻ അവളോട് വഴക്കുണ്ടാക്കുക. മീറിൻ സത്യത്തിൽ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെ. ഇതിന് അവനും പറയുമ്പോഴാണ് നോണും ദേഷ്യത്തി, വി അങ്ങനെ നോക്കുവാണ് നീ പാസ്റ്റ് ഇതിനു മുമ്പ് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുവാണ്, നീ ഇപ്പൊ ഇവിടെ ബോസ് ആയിട്ട് കാണത്തില്ല, വേറെ എവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടന്നേനെ. ഇതിന് അവൻ പറഞ്ഞോടെ വീക്ക് നല്ലോണം കൊള്ളും, അവളെ എന്നെ എന്തിനാ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്, ഞാൻ അവൾ ഒന്നാണോ? ഞാൻ ഈ കമ്പനിയുടെ ബോസ്, അവൾ ജസ്റ്റ് നമ്മുടെ ജോലിക്കാരി, അവളൊരു ജോലിക്കാരി എന്ന് പറഞ്ഞ എന്തോ തെറ്റ്? ഞാനും ഒരു ജോലിക്കാരനല്ല, അല്ല ഞാൻ എന്തോ നിന്നെ പോലെ ബോസ് ആണോ? ഇവളെ പോലെ തന്നെ ഞാൻ എന്നേലൊക്കെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ നീയും ദേഷ്യത്തെ തന്നെ പുറത്താക്കത്തില്ല കമ്പനിയിൽ നിന്ന്. ഇതിന് അവൻ പറഞ്ഞോടെ വിയും, എടാ നോൺ നീ എന്തോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ ആ മീറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക, അവള് നീ ഒന്നാകുമോ? നീ എന്റെ കസിനാ. ഇതിന് അവൻ പറയുമ്പോഴാണ് നോണും, എങ്കിൽ പിന്നെ അവളെ കുറിച്ച് തന്നെ സംസാരിക്കാം, നിനക്കേതോ ഈ ലോകത്തിലെ ഇല്ലാത്ത ചോക്ലേറ്റ് കോഫിയല്ലേ വേണ്ടേ, അത് അവൾ ഉണ്ടാക്കി തന്നില്ല, എന്തോ നിന്റെ അമ്മയുടെ സ്പെഷ്യൽ സാധനം, അതിനെങ്കിലും അവള് വെറുതെ വിട്ടോടെ. എന്നിന് അവനും പറഞ്ഞ ഉടനെ വീക്കും ദേഷ്യം വരും, എടാ നീ എന്തിനാ എന്റെ അമ്മയെ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതും ഇതുമായിട്ട് ഇപ്പൊ എന്തോ ബന്ധം? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, എന്റെ അമ്മ എന്തിനാ വെറുതെ ഈ പ്രശ്നത്തിൽ വലിച്ചു കയറ്റിയ? എന്നിന് അവർ രണ്ടും ദേഷ്യപ്പെടുമ്പോഴാണ് അവിടേക്ക് നോണിന്റെ അമ്മയും വരുന്നത്. ഇവിടെ എന്തോ
എന്തോ പ്രശ്നം? ഈ രാത്രി സമയത്ത് എന്തിനാണ് എന്റെ മോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? ഇപ്പോഴും നിനക്ക് വല്ല വർക്ക് ചെയ്യാനുണ്ടോ? അവന് കുറച്ചെങ്കിലും റെസ്റ്റ് വിട്. അവനൊരു മനുഷ്യനാ, എല്ലാ ജോലിയും ചുമ്മാ അവന്റെ തലയിൽ കയറ്റി വെക്കാതെ. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവനും, അമ്മേ നിങ്ങളെ കടന്നോ, ഞാൻ നോക്കിക്കോളാം, അവനിപ്പോ പോകാൻ പോവാ. എന്നിന് അവനും പറയുമ്പോഴാണ് വിയും, സോറി ആന്റി, ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് പോയിക്കോളാം. എന്നിന് അവനും പറഞ്ഞോടെ അവന്റെ അമ്മയും ദേഷ്യപ്പെടും. എന്തോ 5 മിനിറ്റോ? നിനക്ക് മറ്റുള്ളവരുടെ ഫേസ് കാണാൻ പറ്റാത്തോണ്ട് ഞാനിപ്പോ എത്ര സീരിയസ് ആയിട്ട് ഈ കാര്യം പറഞ്ഞെന്ന് നിനക്ക് മനസ്സിലായില്ലെന്ന തോന്നുന്നു. എന്നിന് അവരും പറയുമ്പോൾ അവനിങ്ങനെ ഷോക്കായി നോക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും ദേഷ്യത്ത് പറയുന്നത്, എടാ വി, ഞാനിപ്പോ നിന്നോട് സന്തോഷത്തിലല്ല സംസാരിക്കുന്നത്, ദേഷ്യത്തില. അതെങ്കിലും ഓർത്തോ. നീ എന്തോ വിചാരിച്ചേ എല്ലാവർക്കും നീയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെന്നോ? നിനക്ക് ഏത് സമയത്തും വന്നും മറ്റുള്ളവരെ ഓർഡർ ചെയ്യാനുള്ള അവകാശം നിനക്ക് ആരാ തന്നെ? നിനക്ക് കുറച്ചുപോലും മാനറിസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതെങ്ങനെ കാണും? നിനക്ക് പഠിപ്പിച്ചാലും നിനക്ക് അമ്മയില്ലല്ലോ. എന്നിന് അവരും പറഞ്ഞ ഉടനെ അവനും മൊത്തത്തിൽ ഹേർട്ടാകും. അപ്പോഴാണ് നോണും, അമ്മ മതി വി, നമ്മൾ ബാക്കിയെല്ലാം നാളെ സംസാരിച്ചോളാം, നീ ഇപ്പൊ വീട്ടിൽ പോ. അമ്മയെ നിങ്ങൾ പോയി കിടക്ക്, അവൻ പോയിക്കോളും. എന്നിനെ നോൺ അവന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ഇതോടെ വി മൊത്തത്തിൽ തകർന്നു പോകും. അതിനുശേഷം നോൺ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ അമ്മയും വന്നിട്ട്, മോനെ ഞാൻ അറിഞ്ഞ് ഇന്ന് പാർട്ടിക്ക് വെച്ച് അവന്റെ പുതിയ സെക്രട്ടറി എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന്, അതുള്ളതാണോ? എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവനും, ആ അവൾ അറിയാതെ പറഞ്ഞു പോയത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അമ്മയും, എടാ നീയല്ലേ ആ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്ത് കൊടുത്തത്, അവളുടെ പേരെന്തുവാ? എന്നിന് അമ്മ ചോദിക്കുമ്പോഴാണ് അവനും, അമ്മേ അവളുടെ പേര് മീറിൻ, അവൾ അറിയാതെ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലീത്തയോട് സംസാരിച്ച് മൊത്തത്തിൽ സീനാക്കി, അല്ലാതെ അവൾ മനഃപൂർവ്വം തെറ്റിയതെന്നല്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അമ്മയും, എന്നാലും നോൺ അവൾ തെറ്റിയത് നീയൊന്നും അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വി എത്രമാത്രം മിസ്റ്റേക്ക് ചെയ്യുന്നോ അതെല്ലാം നമുക്ക് നല്ലതാ. ഞാൻ നിന്നോട് മുമ്പേ ടാനി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ നീ സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. എന്നിന് അമ്മയും പറയുമ്പോൾ അവനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കണം ചോദിക്കും. അപ്പോഴാണ് അമ്മയും, നോൺ ഞാൻ പറയുന്നേക്ക്, ആ ടാനിയ റിച്ചായ ഫാമിലിയാ, കൂടാതെ ഈ സൊസൈറ്റിയിൽ അവർക്ക് നല്ല പേരുണ്ട്. ആ ടാനിയയുടെ ഫാമിലി ഒരിക്കലും വിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ നീ നോക്കിക്കോണം. ടാനിയ നിന്റെ ഫ്രണ്ട് അല്ലേ, അവൾ നമുക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ, അത് നീ വേണം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നോൺ ഇനി എത്ര കാലം എന്ന് പറഞ്ഞാൽ നീ അവന് വേണ്ടി ജോലി ചെയ്തോണ്ടിരിക്കും, എന്റെ മോൻ പെട്ടെന്ന് തന്നെ ഒരു ബോസ് ആയിട്ട് മാറും. എങ്കിൽ പിന്നെ നീ കടന്നോ, ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്നിന് അമ്മയും പറഞ്ഞിട്ട് പോകുമ്പോൾ അവനിങ്ങനെ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അമ്മയും, പിന്നെ നീ ആ മീറിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരേ അവൾ നല്ലോണം വർക്ക് ചെയ്യുമെങ്കിൽ നീ അവളെ നിന്റെ പക്കൽ തന്നെ വെച്ചോ, അത് നിനക്ക് ഹെൽപ്പ് ചെയ്യും. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവനും, അമ്മേ നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായില്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അമ്മയും, നോൺ വി എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ, അതിന് അവന്റെ സെക്രട്ടറി മീറിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ട് അവളെ നീ നിന്റെ പക്കൽ തന്നെ വെച്ചോ. ശരിയെന്നാ, ഇനി ഞാൻ സംസാരിച്ച് നിന്റെ ഉറക്കം കളയുന്നില്ല, ഗുഡ് നൈറ്റ്. എന്നിന് അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതൊക്കെ കേട്ട് അവനിങ്ങനെ കുറെ ആലോചിച്ചോണ്ടിരിക്കും. കാരണം അവന്റെ അമ്മ ഇവനൊരു ബോസായിട്ട് കാണാനാണ് ആഗ്രഹം, അതിനുവേണ്ടിയാണ് അവർ ഇത്ര ശ്രമിക്കുന്നത്. അതേസമയം ഇപ്പൊ മീറിനെ കാണിക്കുവാണ്. അവൾ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവളും ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് അവനെ തെറി പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ അവനത് മൊത്തത്തിൽ കേട്ടെന്ന് അവളിങ്ങനെ പേടിച്ചിരിക്കും. ദൈവമേ ഇനി അതും വെച്ച് അവനെ ഫയർ ചെയ്യുക, പ്ലീസ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കില്ല, നിനക്ക് വേണ്ടി ഞാൻ കേക്ക് ഉണ്ടാക്കി തരാം. എന്നിട്ട് അവളും അവന് സോറിയിക്കുന്ന രീതിയിൽ അടുത്ത ദിവസം കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോഴാണ് ഇവൾ വരുന്നുണ്ട് നോണിന്റെ സെക്രട്ടറി അടുത്തേക്കൊന്ന്, മീറിൻ ഞാൻ ഇന്നലത്തെ സംഭവമൊക്കെ അറിഞ്ഞായിരുന്നു, നീ ഓക്കെ അല്ലേ ഇപ്പൊ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് മീറിനും, ആ അതൊന്നും കുഴപ്പമില്ല, ഇന്നലെ ഞാൻ പാർട്ടിക്ക് വെച്ച് കൊളവാക്കിയത് മാത്രമല്ല അവനെ ഞാൻ ബ്രിഡ്ജിന്റെ അവിടെ വെച്ച് കുറെ വഴക്ക് പറഞ്ഞായിരുന്നു, അതിന് സോറി ആയിട്ട് കേക്ക് കൊണ്ടുപോയ അവന്റെ മനസ്സ് മാറത്തില്ല. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് സെക്രട്ടറിയും, ഓ അതെനിക്കറിയാൻ വയ്യ, പക്ഷെ മിസ്റ്റർ വി ഇപ്പൊ ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ ഓഫീസ് റൂമിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് മീറിനും, എന്തോ മിസ്റ്റർ വി ഇതുവരെ വന്നില്ല, ഒരു ദിവസം ഇന്ന് ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് സെക്രട്ടറിയും, അതിനൊന്നും ചാൻസ് ഇല്ല, മിസ്റ്റർ വി വരുവാണെങ്കിൽ കറക്റ്റ് സമയത്ത് വരും, അല്ലെങ്കിൽ മിക്കവാറും വരത്തില്ല, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇന്ന് മിസ്റ്റർ വി ലീവ് എടുത്തായിരിക്കുന്നു. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് മീറിനും, എങ്കിൽ പിന്നെ മിസ്റ്റർ വി വരാത്ത കാര്യം നമ്മളോടൊന്ന് ഇൻഫോം ചെയ്യത്തില്ല. എന്നിട്ട് അവൾ ചോദിച്ചോടെ ഇത് കേട്ട് സെക്രട്ടറി ചിരിച്ചിട്ട്, ഓ നിനക്ക് മിസ്റ്റർ വിയെ കുറിച്ച് അറിയത്തില്ല, അദ്ദേഹം ലീവ് എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല, അയക്കുന്ന മെസ്സേജും കാണത്തില്ല, അതുകൊണ്ട് ലീവ് സമയത്ത് മിസ്റ്റർ വി എവിടാന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെ വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് നടക്കുവാണെങ്കിൽ പോലും മിസ്റ്റർ വി ഇവിടേക്ക് വരത്തില്ല, പക്ഷെ ഒന്നും സംഭവിക്കാത്ത പോലെ അടുത്ത ദിവസം കമ്പനിയിലേക്ക് വരും, അതാണ് മിസ്റ്റർ വി. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് മീറിനും, ഓ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കേക്കെല്ലാം വേസ്റ്റ് ആയി പോയി. അപ്പം എന്നിട്ട് അവൾ വിഷമിക്കുമ്പോഴാണ് സെക്രട്ടറിയും പറയുന്നത്, ആർക്കറിയാം ചിലപ്പം വല്ല മാജിക് സംഭവിച്ച് മിസ്റ്റർ വി ഇവിടേക്ക് വന്നേക്കാം, എന്തായാലും കേക്ക് സൂക്ഷിച്ചു വെച്ചോ. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം മീറിനും വി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ വരുന്നവരൊക്കെ വി ആണെന്ന് അവൾ എത്തി നോക്കുമ്പോഴാണ് കുറെ സമയമായിട്ടും അവൻ വരത്തേയില്ല, അതുകൊണ്ട് അവന് കുടിക്കാൻ വേണ്ടി ചോക്ലേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വിടുത്തിരുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടറിയാം. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം.